നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സ്വന്തം തറവാടായ കീഴൂട്ട് വീട്ടിൽ വച്ച് അവിഹിത ബന്ധത്തിന് ഏർപ്പെടുന്നതിനിടയിൽ ഭാര്യ എത്തുകയും ഗണേഷ് കുമാറിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം. എന്നാൽ അതിലും പ്രധാനപ്പെട്ട ഒരു വിവാദത്തിന് കൂടി തിരിതെളിച്ചിരിക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. അതായത് നെഹ്റുവിനെ വലിച്ചിഴച്ചിരിക്കുകയാണ്. നെഹ്റുവിനെയും മറ്റ് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വലിയ നേതാക്കന്മാരെന്ന് അവർ പറയുന്ന ആൾക്കാരെ കൂടി കെ.ബി. ഗണേഷ് കുമാർ ഇതിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. അതായത് ഇവരെല്ലാവരും തന്നെ വലിയ പ്രണയം, തന്നെപ്പോലെ ഒരു പ്രണയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. തന്നെപ്പോലെ ഇത്ര ഭംഗിയായി പ്രണയിക്കുന്ന ആ മഹാന്മാരെ നിങ്ങൾ എന്തു പറയുമെന്നൊക്കെയാണ് കെ.ബി. ഗണേഷ് കുമാർ ചോദിക്കുന്നത്. അതായത് നെഹ്റുവിനെ പച്ചയ്ക്ക് പെണ്ണുപിടിയൻ എന്ന് ഗണേഷ് കുമാർ തന്നെ വിളിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് നെഹ്റു ഇങ്ങനെയൊന്നും അല്ല, മാന്യനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ ഇതാ ഇപ്പോൾ കാലങ്ങളോളം കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിരുന്ന, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ബാലകൃഷ്ണപിള്ളയുടെ മകനായ കെ.ബി. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് നെഹ്റു വളരെ മോശമായ മനുഷ്യനാണ്, തന്നെ പോലെ ആണ് എന്നുള്ളതാണ്. അതായത് നെഹ്റു ഒരു ലൈംഗിക മനോരോഗമുള്ള ആളാണ്. സ്വന്തം ഒരു വിവാഹമുള്ളപ്പോൾ തന്നെ മറ്റ് പരസ്ത്രീകളുമായിട്ട് നിരന്തരം ബന്ധത്തിലേർപ്പെട്ടിരുന്ന ആളാണ് നെഹ്റു എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇത്തരത്തിൽ കോൺഗ്രസ്സിന് നേരെ തന്നെ വലിയ ഒരു വെല്ലുവിളിയാണ് കെ.ബി. ഗണേഷ് കുമാർ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം കാറ്റഗറിയിൽ വരുന്ന എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഗണേഷ് കുമാർ പറഞ്ഞു വച്ചിരിക്കുന്നുണ്ട്. അതായത് എ കെ ജിക്കെതിരെ ആയാലും നെഹ്റുവിനെതിരെ ആയാലും ഇത്തരം ആൾക്കാർക്കൊക്കെയും എതിരെ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് ഇവരെല്ലാവരും തന്നെ പ്രണയത്തിൻ്റെ തന്നെ പോലുള്ള പ്രണയമുള്ള ആൾക്കാരാണ് എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കെ.ബി. ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഇനി ഇവർ എതിർത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ അംഗീകരിച്ചതിന് തുല്യമാകും. കാരണം ഈ വിവാദത്തിലൊന്നും ചെന്ന് പെടാതെ ഇനി കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ മാറി നിൽക്കുവാൻ കഴിയില്ല. ഇനി തീവ്രത കുറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള പീഡനമോ പ്രണയമോ ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും വലിയ കഷ്ടപ്പാടാണ് ഇപ്പോൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഈ ഗണേഷ് കുമാറിനെ ചുമന്നതോടുകൂടി വന്നു ചേർന്നിരിക്കുന്നത്. ഗണേഷ് കുമാർ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു മാഫിയ സംഘത്തിൻ്റെ ഭാഗമാകുന്നത്. നേരത്തെയും ഗണേഷ് കുമാർ ഇതേ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. നേരത്തെ ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ നിരന്തരം അവരുടെ വീട്ടിൽ പോയി ചെന്ന് അവരെ ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അവരുടെ ഭർത്താവ് തന്നെ ഗണേഷ് കുമാറിനെ സ്വന്തം വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു കാര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അങ്ങനെ അന്ന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ്സിന് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഗണേഷ് കുമാർ ആ സമയത്തും കൈയൊഴിയാനാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനമാണ് ഗണേഷ് കുമാറിൽ നിന്ന് നേരിട്ടത്. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ മറ്റൊരു രണ്ടാം ഭാര്യയും ഈ രീതിയിലുള്ള ആക്രമണത്തിനാണ് ഇരയാകേണ്ടി വന്നത്. ഇത് കുറച്ചും കൂടി ഗൗരവതരമായ വിഷയമാണ്. കാരണം പേഴ്സണൽ സ്റ്റാഫിനെ വിട്ടാണ് ഗണേഷ് കുമാർ ഇവരെ ആക്രമിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തിൽ അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. ഒപ്പം മറ്റൊരു തിരികൊളുത്തിയിരിക്കുന്നത് നെഹ്റുവിനെതിരെയാണ്. എന്തായാലും ഇതിനൊക്കെയും മറുപടികൾ ഇനി വരേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.